അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗസുവിൻ്റെ ഒരു പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റിയ തീർപ്പതിയാണെന്ന് പലരും വിളിച്ച് പറയുന്നു. നിങ്ങൾ ആ നൗസുവിൻ്റെ പേരിലൊരു പാട്ടിറക്കി പാട്ടിങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ തീർപ്പ്. കാരണം നൗസു അങ്ങനെയാണല്ലോ. നൗസുവോ എൻ്റെ പേരിലൊരു പാട്ട്, ആ അടുപ്പും കല്ലിനെ പറ്റിയിട്ടൊരു പാട്ട്, മറ്റേ നമ്മളെ മീനങ്ങാടി സുലൈമാനെ പറ്റിയിട്ടും വലിയ ശൈഖോനാണല്ലോ, ഓനെ പറ്റിയിട്ടും പിന്നെ ഓമാട്ടുചാലിൽ അദ്ദുവിനെ പറ്റിയിട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞു. ചില്ലറ പാട്ടാണ്. പിന്നെ നൗസ് പറഞ്ഞിരുന്നത് മടവൂർ ശേഖനെ പറ്റിയിട്ട് ഏത് പാട്ടും പാടിക്കോളി, ആ പാട്ടൊക്കെ നമ്മൾ തഹവീൽ ചെയ്ത് ഹലാലാക്കുന്നതാണ്. ഏത് രൂപത്തിൽ നിങ്ങൾ പാടിയാലും പാട്ടുകാരനോട് പറയണേ, ഏത് രൂപത്തിൽ വെച്ച് പാടിക്കോ, ആ പാട്ട് ഞാൻ തഹവീൽ ചെയ്തുകൊണ്ട് ഹലാലാക്കിക്കൊണ്ട് ഒരു കുഴപ്പമില്ല, ശിർക്കല്ലാത്ത കുഴപ്പത്തിലാക്കിക്കൊണ്ട് അങ്ങനെയായിരുന്നു. എന്നാൽ ഈ പാട്ടിൽ ശിർക്കൊന്നുമില്ല കേട്ടോ. സുലൈമാനെ പറ്റി പാടിയ പാട്ട് അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യത്തിൽ കേൾക്കാം. ഒന്നാണ് പാടിക്കോട്ടെ. കോമാട്ടെച്ചാലിൽ അബ്ദുള്ള, മീനങ്ങാടി സുലൈമാനും അടുപ്പൻ കല്ലുകൾ 3 ഊരു തെണ്ടി നടക്കുന്നു. ശൈഖുന എ.പി. ഉസ്താദിനെ, പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ഖലീൽ തങ്ങളെയും കുറ്റം പറഞ്ഞു നടക്കുന്ന വട്ടൂരികൾ, ആഹിറം പേടിയില്ലാത്ത വട്ടൂരികൾ, ആഹിറം പേടിയില്ലാത്ത വട്ടൂരികൾ. അങ്ങനെയാണ്. ഓർക്ക് ആഖിറത്തിൽ വലിയ പേടിയും ബേജാറൊന്നും ഉണ്ടാവില്ല. ഓർക്ക് എന്താ വെച്ചാൽ മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളൊന്ന് കരഞ്ഞു കാണണം എന്നുള്ള ലക്ഷ്യം ഉണ്ടാവും. ദീനിൽ വലിയ പ്രാധാന്യം ഉണ്ടാവും. അവർ പറയുന്നത് സത്യം എന്നുള്ള ആ രൂപത്തിൽ മാത്രം നീങ്ങുക. അതിൻ്റെ മറ്റു രംഗങ്ങളോ അതല്ലെങ്കിൽ പ്രായം ചെന്ന പണ്ഡിതന്മാർ പറയുന്നതോ അതൊന്നും അവരുടെ ഇതിലുള്ള വിഷയേ അല്ല. ഏതായാലും നൗസ് ഒന്ന് വരട്ടെ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചോദ്യം നമ്മുടെ ഒരു ചോദ്യമാണ്. എന്താണ് ആ ചോദ്യം? ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ചോദ്യം നമ്മുടെ ചോദ്യമാണ്. ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ് ആ ചോദ്യം? ആ ചോദ്യം എന്ന് പറഞ്ഞാൽ നൗസ്, ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ അല്ലെന്ന് നമുക്ക് നോക്കാം. എ.പി. അബൂബക്കർ മുസ്ലിയാർ അഥവാ എ.പി. ഉസ്താദ്. എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മതി നൗസോ. എന്തിന് എ.പി. ഉസ്താദ് അഥവാ എ.പി. ഉസ്താദ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഒരു ബ്രാക്കറ്റിലിടേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ എന്താ വെച്ചാൽ എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാതെ ആരാന്നുള്ളത്. എൻ്റെ ശൈലിയിൽ കാന്തപുരത്ത മൂലിയർ എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാലും മതി. ഇജെന്തിനാ എ.പി. ഉസ്താദ് എന്നൊക്കെ പറയണം? അങ്ങനെ പറയണ്ടേ. ആ ഉസ്താദ് പറഞ്ഞത് മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാൻ ഈ അണികളാണെന്ന് പറയുന്നവർക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ട്. ആ ഉസ്താദ് പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങളത് മുഴുവനും അംഗീകരിച്ചിട്ടും ഉണ്ട്. ഞങ്ങളുടെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ എന്ത് പറഞ്ഞോ അത് അംഗീകരിക്കാൻ അണികളായ ഞങ്ങൾ തയ്യാറാണ്. നീ പറയും. ഇതുവരെ മറുപടി പറഞ്ഞ് നിങ്ങൾ ആരോ കണ്ടോ? എന്തിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത് നൗഷാദേ? എന്തിനാണ് എനിക്ക് മറുപടി കിട്ടേണ്ടത്? എന്തിനാണ് ഇവിടെ മറുപടി പറയാത്തത്? ഞങ്ങളെല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. യൂട്യൂബർമാർ എല്ലാറ്റിനും മറുപടി പറയുന്നുണ്ട്. ഞങ്ങളുടെ നേതൃത്വം എൻ്റെ ഒരു കാര്യത്തിനും മറുപടി പറയുന്നില്ല. നീ എന്ത് പറഞ്ഞോ അതിനൊരു കാര്യത്തിനും ഞങ്ങളുടെ നേതൃത്വം മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം നീ ഞങ്ങൾക്ക് തുറാബാണ്. ഞങ്ങളുടെ നേതൃത്വത്തിന് നീ തുറാബാണ്. വെറും പൊടിയാണ്, മൺപൊടിയാണ്. അതൊരു പുറ്റ് എന്നൊക്കെ പറയില്ല എന്നതുപോലത്തെ ഒരു സ്ഥാനം നിനക്ക് ഞങ്ങളുടെ നേതൃത്വം നൽകുന്നുള്ളൂ. പിന്നെ നീ യൂട്യൂബിൽ കടന്നുകൊണ്ട് വല്ലാതെ അവിടെയും ഇവിടെയും കടന്നുകൊണ്ട് ചാകുമ്പോൾ ഞങ്ങൾ അണികളായ ഞങ്ങൾ ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് എന്നതല്ലാതെ ഞങ്ങളുടെ നേതൃത്വം നിനക്ക് മറുപടി പറയുമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിക്കൊണ്ട് നീ നടന്നിട്ട് കാര്യമില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചടാ. അത് തലക്കാലം തളക്കാൻ പോകുന്ന കാര്യം അല്ല. എന്തിനാ അത്ര താമസം മറുപടി പറയാൻ? ഒരു വിഷയത്തിനും മറുപടി പറയാൻ ഞങ്ങളിൽ താമസം ഇല്ല നൗഷാദ്. ഏത് വിഷയത്തിനാണ് എനിക്ക് മറുപടി പറയേണ്ടത്? ഏത് വിഷയത്തിനാണ് ഞങ്ങൾ മറുപടി പറയാത്തത്? നിനക്ക് മറുപടി പറയാത്തത് ഞങ്ങൾ ഏതിനാണ്? നീ പറയുന്ന ഓരോന്നിനും ഞങ്ങൾ മറുപടി പറയും. ഞങ്ങൾ യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയും. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുമുണ്ട്, സത്യം ബോധ്യപ്പെട്ടവർ തിരിച്ചു വരുന്നും ഉണ്ട്.
അത്രേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ നേതൃത്വം, വലിയ വലിയ നേതൃത്വം നിനക്ക് നീ എന്ത് കടന്ന് ചത്തിട്ടും കാര്യമല്ല. അത് താൽക്കാലികം നടക്കാൻ പോകുന്ന കാര്യമല്ല. AP ഉസ്താദിനെ അംഗീകരിക്കുമോ എന്നല്ല ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. EK ഉസ്താദിനെ അംഗീകരിക്കുമോ നിങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകളെയും അംഗീകരിക്കുന്നുണ്ട്, ഷംസുൽ ഉലമ EK ഉസ്താദ് അവറുകളെയും അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണവർ. അവർ ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ തലവന്മാരാണ്. അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നുമുണ്ട്, ഇന്നും അംഗീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അവരെ ഞങ്ങൾ എവിടെയും തള്ളിയിട്ടില്ല നൗഷാദെ. നിനക്ക് തോന്നിയതാണത്, നീ ഉണ്ടാക്കുകയാണത്. നീ ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയെന്ന് ഷംസുൽ ഉലമൻ്റെ പേരും പറഞ്ഞിട്ടായിരുന്നു. ഇപ്പം AP ഉസ്താദിനെ എന്ത് ചെയ്യുക, നിങ്ങളിലില്ല എന്ന് പറഞ്ഞു കണ്ട് പറയുക. എന്നിട്ട് അതിന് ആരെങ്കിലും നേതാക്കന്മാരാരെങ്കിലും ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നീ നടക്കുന്നത്. അതിനൊന്നും കൈസും അതിലുറക്കൂല മോനെ. AP ഉസ്താദിനെ അംഗീകരിക്കുമോ? 10,000 വട്ടം അംഗീകരിക്കും. അംഗീകരിക്കുമ്പോൾ തുറന്നു പറയും. എന്താണ് എനിക്ക് തുറന്ന് പറയേണ്ടത് അതിങ്ങോട്ട് പറയേ. എന്താണ് എനിക്ക് തുറന്ന് പറയേണ്ടത് അതിന് പറയും. ഇങ്ങനെ നീട്ടിപ്പരത്തി പോയല്ലേ. AP ഉസ്താദ് ഒരു മഹാനെ കുറിച്ച് അഭിപ്രായം പറയുന്നു, നിങ്ങൾ അംഗീകരിക്കോ? തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും. ഉസ്താദ് ഒരു മഹാനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. ഉസ്താദേ, അതിൽ യാതൊരു തർക്കമല്ല, ഞങ്ങൾ അംഗീകരിക്കും. കഴിഞ്ഞ ക്ലിപ്പല്ല, ഒരാൾ കൂടിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആയിക്കോട്ടെ, വരാനുള്ള ക്ലിപ്പാവട്ടെ, ഇനി ഇട്ട ക്ലിപ്പാവട്ടെ, ഇനി വരാനുള്ള ക്ലിപ്പാവട്ടെ, ഏത് ക്ലിപ്പാണെങ്കിലും ശരി, ഏത് വിഷയമാണെങ്കിലും ശരി, AP ഉസ്താദിനെ ഞങ്ങൾ അംഗീകരിക്കും. AP ഉസ്താദ് ഒരു മഹാനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്ക് 1000 10,000 വട്ടം സമ്മതമാണ്, ഞങ്ങളത് അംഗീകരിക്കുകയും ചെയ്യും. കൊണ്ടുവരേണ്ട ക്ലിപ്പ് ഉത്തരം പറഞ്ഞേക്ക്. ഉത്തരം പറഞ്ഞിട്ട് വേണം അടുത്ത ക്ലിപ്പിടാൻ. അതിനാ ഞാൻ ചോദിക്കണത്. ആയിക്കോട്ടെ, ഞങ്ങൾ അംഗീകരിക്കും 1000 വട്ടം അംഗീകരിക്കും എന്നല്ലോ. ഇനി ആ ക്ലിപ്പ് കൊണ്ടുവരേച്ച്, ആ ക്ലിപ്പ് കൊണ്ടുവരും. ഇനിയിപ്പോൾ ക്ലിപ്പിന് ചോദിച്ച ആളെ പോരാഞ്ഞിട്ടേക്കാരം എനിക്കല്ലേ. ഓനൊന്നും പോരാന്നുള്ളതായിരിക്കും. നമ്മളൊക്കെ ചോദിച്ചാൽ ക്ലിപ്പിന് ആളെ പോരാഞ്ഞിട്ടായിരിക്കുമല്ലേ. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, കേൾക്കായൊന്നുമില്ല. ഓൻ ചില ഇടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ കൂടി മറുപടിയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ഓന് നമ്മളെ വാക്കുകൾ ഓന് സഹിക്കണില്ല. നൗഷാദിന് സഹിക്കണില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഓന് നല്ലോണം ഉണ്ട്. അത് സഹിക്കൂല നൗഷാദ്. എനിക്ക് ഞങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞാൽ എനിക്ക് വല്ലാതെ സഹിക്കൂല. ഇൻഷാ അല്ലാഹ് അതിന് ഇതുപോലെ തന്നെയാണ് പറയുക. അപ്പം എനിക്ക് ആളെ വലുപ്പം പോരാഞ്ഞിട്ട് നടക്കണ്ട. കാരണം വലിയ ഒരാളും എന്നോട് എന്ത് ചെയ്യൂല, ഈ വിഷയവുമായി കൊണ്ടുവരില്ല. കാരണം അന്നെ വിശ്വസിക്കാൻ പറ്റൂല. എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല, നിന്നെ വിശ്വസിച്ചിട്ട് ഒരു കാര്യം തീർത്തും പറയാൻ പറ്റൂല. കാരണം നീ പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനത്തെ വാക്കുകളാണ്. കൊണ്ടുവരി, നിങ്ങൾ പറയും. അത് പറയാൻ പോലും ധൈര്യമില്ലാത്തൊരു ടീം. അത് പറയാൻ പോലും ധൈര്യമില്ലാത്തൊരു ടീം. ഓൻ തന്നെ ഒക്കെ പറയാം. കൊണ്ടുവരി എന്ന് പറയാം, എന്നിട്ട് കൊടുന്നു എന്ന് പറയാം, എന്നിട്ട് കൊടുന്നിട്ടില്ല എന്ന് പറയാം, എന്നിട്ട് പറയാൻ ധൈര്യമില്ല എന്നറിയാം. ഇതൊക്കെ ഓൻ തന്നെ പറയാം. ഇത് കുറച്ച് പറയാൻ ഞങ്ങൾക്കൊരു സൗകര്യം കൊണ്ടാണ്. ഏതെങ്കിലും ഒന്ന് അന്നെ വിശ്വസിക്കാൻ പറ്റൂല മോനെ. നൗഷോ, അന്നെ വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറയാൻ പറ്റൂല. അതെല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ലോകത്ത് ഞങ്ങൾ 2 സംഘടന പിരിഞ്ഞു. 2 സംഘടന ഖേദമുണ്ട് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ. എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. 2 സംഘടന എന്നാണ് 1989 2 സംഘടന പിരിഞ്ഞിട്ട് പോലും പറയാത്ത വാക്കുകളാണ് ഈ പറയുന്നത്. അറിയിച്ച് അന്ന് സംഘടന പിരിഞ്ഞിട്ട് പോലും വിളിക്കാത്ത വിളികൾ. എന്തിനാണ് പിന്നെ ആ ഹയവാന്മാർ അവിടെ പോയത് എന്ന് ചോദിച്ചത് ആരെയാണ് അറിയിച്ച്? സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിനെയും ചെറിയ AP ഉസ്താദിനെയും. കേട്ടോളി ഓൻ പറയണമെന്ന് കേട്ടോക്കി. ഈ ഹയവാന്മാർ എങ്ങോട്ടാ പോണ്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരത്തെ പോകരുത് അറിഞ്ഞിടത്തേക്കാ പോണ്. കേട്ടില്ല നിങ്ങൾ? ഈ ഹയവാന്മാർ എങ്ങോട്ടാ പോണത്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ നേരത്തെ പോണ്ടെന്ന് പറഞ്ഞു കൊടുത്തേക്കാ പോണത്. ഈ ഹയവാന്മാരെന്ന് പറഞ്ഞത് ആരെങ്ങൾ? കാന്തപുരം AP ഉസ്താദ് അവറുകളെയും ചെറിയ AP ഉസ്താദ് അവറുകളെയുമാണ്. സമസ്ത ആദ്യകാലഘട്ടങ്ങളിൽ ഉണ്ടായത് മുതൽ ഇന്ന് ഒരേ ഒരു പണ്ഡിതനാണ് ആ സമസ്ത ഒന്നായിരുന്ന കാലഘട്ടത്തിലുള്ള ആൾ ജീവിച്ചിരിപ്പുള്ളത്. അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മാത്രമാണ്. അല്ലാത്ത എല്ലാ പണ്ഡിതന്മാരും വഫാത്തായിപ്പോയി. AP ഉസ്താദ് മാത്രമാണുള്ളത്. ആ ഒരു പണ്ഡിതനെയാണ് ഈ ഞാഞ്ഞൂലായ ഈ നൗഷാദ് ഹഴവാനി എന്ന് വിളിച്ചത്.
നാം ഒന്ന് ചിന്തിക്കണം. 1989 കാലഘട്ടങ്ങളിൽ സമസ്ത പിരിഞ്ഞ അന്ന് പോലും ഒരു സംഘടനക്കാരന് പോലും വിളിക്കാത്ത വിളിയാണ് ഈ കുരുത്തം കെട്ട ഇവൻ വിളിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഇവൻ്റെ ജനനം ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഹലാലായ ജനനം അല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹണം പിടിച്ച നേരത്ത്, സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസ ഘട്ടങ്ങളിലാണ് ഇവന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് ഈ നൗഷാദിൻ്റെ കെണിയിൽ, ഈ കുരുവട്ടൂരുകളുടെ കെണിയിൽ ഒരാൾ പെട്ടുപോകരുത്. കാരണം അത്രയും വൃത്തികെട്ടവന്മാരാണ് ഈ വർഗം എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാട്ടുകള്ളന്മാരെ തൊട്ട്, വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞ ഈ കാട്ടുകള്ളന്മാരെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.